പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം അറിഞ്ഞില്ലേ നിങ്ങള്? ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്ന കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ്. എന്നിട്ട് ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകതര ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ കുറച്ചിൻ്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അതെന്റെ അച്ഛന്റെ കുഴപ്പം. നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. ബില്ലോ ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്. പുതിയ കഥ ഇറക്കാ. ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എപ്പോഴാണ് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനയിക്കാറില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം? അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിട്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ മേടിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്താണ് ചെയ്തത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ അടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കിക്കാം. നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ കർത്താവിന്റെ അമ്മയുടെ പേരുമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യുവദാസിന്റെ അമ്മയുടെ പണിയാണ് എന്നോട് കാണിച്ചത്. ഇവിടെ നിന്ന് പോകുന്നത്. I think we should be calling the police. We should be calling the police. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.